Friends, welcome back to our channel Wealthy Life. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു ബ്രേക്കൗട്ട് ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചു. ബ്രേക്കൗട്ടിന് ശേഷം ഈ സ്റ്റോക്ക് ഒരു സമയത്ത് 12% മുതൽ 15% വരെയുള്ള പ്രൈസ് ഹൈക്ക് കാണിക്കുകയും അതിനുശേഷം നമ്മൾക്ക് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ വന്നതുകൊണ്ട് അൺഫോർച്യുനേറ്റ്ലി ഈ സ്റ്റോക്കിലും ഒരു പ്രൊപ്പോഷണൽ ആയിട്ടുള്ള ഒരു കറക്ഷൻ ഉണ്ടാവുകയും സ്റ്റോക്ക് ഏകദേശം 125 രൂപ എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകുകയും സ്റ്റോക്കിൽ നമ്മൾക്ക് 6.7% പ്രൈസ് ഹൈക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. സ്റ്റോക്കിൽ ഇന്നുണ്ടായിരിക്കുന്ന ബ്രേക്കൗട്ടിനെ ഒരു ലോങ്ങർ ലെവൽ ബ്രേക്കൗട്ട് എന്നോ അല്ലെങ്കിൽ ലോങ് ടൈം റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് എന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു ബ്രേക്കൗട്ടാണ് സംഭവിച്ചത്. സ്റ്റോക്കിൻ്റെ ഇന്നത്തെ പ്രൈസ് മൂവ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 120 രൂപ 75 പൈസ എന്ന ലെവലിൽ ട്രേഡ് ആരംഭിച്ച ഈ സ്റ്റോക്ക് 132 രൂപ 70 പൈസ എന്ന സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ അറ്റൈൻ ചെയ്തതിന് ശേഷം സ്റ്റോക്ക് 125 രൂപ എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഇന്ന് ഏകദേശം 6.8% പ്രൈസ് ഹൈക്കും 16% ഡെലിവറിയും നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഈ അവസരത്തിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ ഇത്രയും നല്ല ഒരു പോസിറ്റീവ് ബ്രേക്കൗട്ടിന് കാരണമായ ചില പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റും അതോടൊപ്പം തന്നെ ടാറ്റ പവറിലെ ടെക്നിക്കൽ അനാലിസിസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ ബ്രേക്കൗട്ടിന് കാരണമായ പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് വരാം. അതായത് ടാറ്റ പവർ എന്ന കമ്പനി ഒഡീസ ബേസ്ഡ് ആയിട്ടുള്ള 3 പവർ യൂട്ടിലിറ്റി കമ്പനികളുടെ 51% സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്യാനുള്ള ഒരു പ്ലാൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മുന്നിലേക്ക് വെച്ചിരുന്നു. ഇന്ത്യയിലെ ഫെയർ ട്രേഡ് റെഗുലേറ്റർ എന്നറിയപ്പെടുന്ന CCI ഈ പ്ലാനിന് അപ്രൂവൽ നൽകിയതുകൊണ്ടാണ് നമ്മൾക്ക് ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ ഇൻട്രാഡേയിൽ 12% പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചത്. ഇനി ഏതൊക്കെ കമ്പനികളിൽ നിന്നാണ് ടാറ്റ പവർ സ്റ്റേക്ക് അക്വിസിഷൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അതായത് ഒഡീസ ബേസ്ഡ് കമ്പനികളായിട്ടുള്ള വെസ്റ്റേൺ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി ഓഫ് ഒഡീസ അല്ലെങ്കിൽ വെസ്കോ, സൗത്തേൺ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി ഓഫ് ഒഡീസ ലിമിറ്റഡ് അല്ലെങ്കിൽ സൗത്ത്കോ, സെൻട്രൽ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി ഓഫ് ഒഡീസ ലിമിറ്റഡ് സെസ്കോ എന്നീ 3 കമ്പനികളുടെ 51% സ്റ്റേക്ക് ആണ് ഇവിടെ ടാറ്റ പവർ അക്വയർ ചെയ്യുന്നത്. ഇത് ടാറ്റ പവറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. അതായത് ടാറ്റ പവറിൻ്റെ കൺസ്യൂമർ സ്ട്രെങ്ത് അല്ലെങ്കിൽ കസ്റ്റമർ സ്ട്രെങ്ത് ഡയറക്റ്റ്ലി വർദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ റവന്യൂ വർദ്ധിക്കും. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിലും അതുപോലെ തന്നെ പ്രോഫിറ്റിലും നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇനി അതോടൊപ്പം തന്നെ കമ്പനിയുടെ ട്രേഡഡ് വോളിയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ട്രേഡഡ് വോളിയത്തിൽ 4.51% വർധനവാണ് നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചത്. അതിനർത്ഥം ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു ബൈയിങ് മൊമെൻറ്റം വരും ദിവസങ്ങളിലും നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ടാറ്റ പവർ എന്ന സ്റ്റോക്ക് മാത്രമല്ല എൻ്റയർ പവർ സെക്ടറിലെല്ലാം നല്ല രീതിയിലുള്ളൊരു ബൈയിങ് മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും BSE പവർ ഇൻഡെക്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 മാസത്തിനുള്ളിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിലാണ് BSE പവർ ഇൻഡെക്സ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്യൂസ്ഡേയിൽ അല്ലെങ്കിൽ ഇന്നലെ മാത്രം 1% ഹൈക്ക് നമ്മൾക്ക് എൻ്റയർ ഇൻഡെക്സിൽ കാണാൻ സാധിച്ചു. ഈ വർദ്ധിച്ചു വരുന്ന പവർ ഡിമാൻഡിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം COVID-19 സെക്കൻഡ് വേവ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസിൻ്റെ അല്ലെങ്കിൽ COVID-19 സെക്കൻഡ് വേവ് റിലേറ്റഡ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ ഇളവ് തന്നെയാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ COVID-19 സെക്കൻഡ് വേവ് വന്ന സമയത്ത് പ്രമുഖ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റുകളെല്ലാം ലോക്ക്ഡൗണും അതുപോലെ തന്നെ വർക്ക് റെസ്ട്രിക്ഷൻസും മുന്നോട്ട് വെച്ചിരുന്നു. ഈ വർക്ക് റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ ലോക്ക്ഡൗണിലെല്ലാം ഒരു ഇളവ് നമ്മൾക്ക് ജൂൺ മാസത്തോടു കൂടി കാണാൻ സാധിക്കുകയുണ്ടായി. ഇതിൻ്റെ ഫലമായിട്ടാണ് പവർ സെക്ടറിലും നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ ആദ്യത്തെ ആഴ്ച തന്നെ പവർ കൺസപ്ഷനിൽ 12.6% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇയർ ഓൺ ഇയർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2020 ജൂൺ മാസത്തിൽ 22.53 ബില്യൺ യൂണിറ്റ് പവർ കൺസപ്ഷൻ ആയിരുന്നു ഇന്ത്യയിൽ കാണാൻ സാധിച്ചത്. ഇതിപ്പോൾ വർദ്ധിച്ച് 25.36 ബില്യൺ യൂണിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. JM ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2020 മെയ് മാസത്തേക്കാൾ പവർ കൺസപ്ഷൻ 2021 മെയ് മാസത്തിൽ 8% വർദ്ധിക്കുകയും പക്ഷേ പവർ കൺസപ്ഷൻ്റെ CAGR നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 2 ഇയർ ബേസ്ഡ് CAGRൽ 4% ഡിക്ലൈൻ നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. പ്രമുഖ പവർ സെക്ടറിലെ കമ്പനികളായ അദാനി പവർ, ടോറൻറ്റ് പവർ, ടാറ്റ പവർ, CESC തുടങ്ങി NHPC, NTPC തുടങ്ങിയ കമ്പനികളിലെല്ലാം നമ്മൾക്ക് ഡബിൾ ഡിജിറ്റ് ഗെയിനാണ് ലാസ്റ്റ് മാസത്തിൽ കാണാൻ സാധിച്ചത്.
ടാറ്റ പവറിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 2017 മുതൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് 5473 കോടിയിൽ നിന്നും കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കഴിഞ്ഞ 4 വർഷം കൊണ്ട് 7000 കോടിയായി ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റും ഇൻക്രീസ് ആകുന്നുണ്ട്. അതായത് ഏകദേശം 7000 കോടിയോളം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റുള്ള ഒരു കമ്പനിയുടെ 4000 കോടിയോളം രൂപ കമ്പനി അതിൻ്റെ ബോറോവിങ്സിന് മുകളിലുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നതിന് വേണ്ടിയാണ് നീക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിനിൽ വളരെയധികം ഫ്ലക്ച്വേഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ടാറ്റ പവറിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ബോറോവിങ്സ് അതായത് 2017 ഏകദേശം 48,815 കോടി രൂപയുടെ ബോറോവിംഗ് ആയിരുന്നു ഈ കമ്പനിക്കുള്ളത്. ഇത് കമ്പനി ഇയർ ഓൺ ഇയറിൽ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി 48,000 നിന്നും 42,000 കമ്പനിയുടെ ബോറോവിങ്സ് കുറച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. റിസർവ്സ് നോക്കുകയാണെങ്കിൽ റിസർവ്സും കമ്പനി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് 12,944 കോടിയിൽ നിന്നും കമ്പനിയുടെ റിസർവ്സ് 22,003 കോടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കമ്പനി അതിൻ്റെ ബോറോവിങ്സ് കുറച്ചു കൊണ്ടുവരികയും അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സെക്ടർ ബിസിനസ്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് കമ്പനി നല്ല രീതിയിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് മാർജിൻ നേടാനാണ് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് കമ്പനിയുടെ ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് തന്നെ നമ്മൾക്ക് കൺസിഡർ ചെയ്യാവുന്നതുമാണ്. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ടാറ്റ പവർ എന്ന സ്റ്റോക്കിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ടാറ്റ പവറിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി നമ്മളിവിടെ മന്ത്ലി ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മന്ത്ലി ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾക്ക് മനസ്സിലാകും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കൗട്ട് ലെവൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇതിനു മുൻപേ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 മാർച്ച് മാസത്തിലും നമ്മൾക്കൊരു ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചിരുന്നു. അന്ന് സ്റ്റോക്കിൻ്റെ 2018 ഒരു റെസിസ്റ്റൻസ് ആയ 100 രൂപ എന്ന് പറയുന്ന ലെവലിലുള്ള ബ്രേക്കൗട്ട് ആയിരുന്നു നടന്നത്. ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം സ്റ്റോക്കിൽ ഒരു ഫോൾ സംഭവിക്കുകയും 90 രൂപ എന്ന പ്രൈസിൽ സ്റ്റോക്ക് ഒരു സപ്പോർട്ട് എടുത്ത് അവിടെ നിന്നും കഴിഞ്ഞ 2 മാസത്തെ ക്യാൻഡിൽ പാറ്റേണുകൾ നോക്കുകയാണെങ്കിൽ വീണ്ടും സ്റ്റോക്ക് അതിൻ്റെ ബുള്ളിഷ് ട്രെൻഡിലേക്ക് വരികയുമാണ് ചെയ്തത്. അതായത് ഇപ്പോൾ സ്റ്റോക്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ലോങ് ടൈം റെസിസ്റ്റൻസ് ബ്രേക്കൗട്ടിന് ശേഷവും ഈ സ്റ്റോക്കിൽ മോസ്റ്റ് പ്രോബബ്ലി സംഭവിക്കാൻ പോകുന്നത് ഈ ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി തന്നെയായിരിക്കും. അതായത് സ്റ്റോക്കിൻ്റെ 2010 അതുപോലെ തന്നെ 2008 സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 130 രൂപ റേഞ്ചിലുള്ള ഒരു റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ഈ 2 വർഷങ്ങളിലും കാണാൻ സാധിച്ചിരുന്നു. അതായത് 2008 മുതൽ 2010 വരെയുള്ള റാലിക്ക് ശേഷം ഈ സ്റ്റോക്ക് 130 രൂപ എന്ന് പറയുന്ന ബ്രേക്കൗട്ട് ലെവലിലേക്ക് എത്തുകയും അവിടെ നിന്നും ഈ 130 രൂപ എന്ന ലെവലിലുള്ള ബ്രേക്കൗട്ട് ഒരുപാട് റീടെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്കൗട്ട് അതിൻ്റെ ലേറ്റസ്റ്റ് സപ്പോർട്ടായിട്ടുള്ള 20 മന്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനെ സപ്പോർട്ട് എടുക്കുകയും ചെയ്തു. ഇതേ രീതിയിലുള്ള ഒരു കൺസോളിഡേഷൻ ആയിരിക്കാം ഇനി നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ വരും സമയങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. സ്റ്റോക്കിൻ്റെ ഡെയിലി ചാർട്ട് അനാലിസിസിലേക്ക് കടക്കാം. ഡെയിലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ പാറ്റേണിൻ്റെയും അപ്പർ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഹെവി വിഗ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ സ്റ്റോക്കിൽ സെല്ലേഴ്സ് ആക്ടിവേറ്റഡ് ആയി എന്ന് തന്നെയാണ് സ്റ്റോക്കും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ 2 റീസൺസ് ഉണ്ടാകാം. ഒന്ന്, മാർക്കറ്റിൽ സഡനായിട്ടുണ്ടായിരിക്കുന്ന ഒരു മിഡ് ടൈം ഫോളിൻ്റെ കാരണം കൊണ്ട് ഈ സ്റ്റോക്കിൽ സെല്ലേഴ്സ് പാനിക്കിലേക്ക് എത്തിയത് കൊണ്ടാവാം. അല്ലെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ ഒരു മൾട്ടി ഇയർ റെസിസ്റ്റൻസ് റീജിയനിൽ എത്തുമ്പോൾ അവിടെ സ്വാഭാവികമായും സെല്ലേഴ്സ് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നുണ്ടാവാം. പ്രത്യേകിച്ച് നമ്മൾ 15 മിനിറ്റ് പോലുള്ള ഇൻട്രാഡേ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാകും. അതായത് ഇന്നത്തെ ദിവസം സ്റ്റോക്ക് ഗെയിൻ ചെയ്തതിൻ്റെ മാക്സിമം എമൗണ്ട് സ്റ്റോക്ക് സെൽ ചെയ്തതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്